ആദ്യത്തെ കറക്കം ഹൈലൈറ്റ് മാളിലായിരുന്നു. പുതിയതായി തുറന്ന പ്ലേ സ്റ്റേഷൻ ആയിരുന്നു എൻ്റെ ലക്ഷ്യം. ഏറ്റവും വലിയ ടാസ്ക് എസ്കലേറ്റർ ആയിരുന്നു. പറയാനുള്ളൊരു പാടാ, അതിൻ്റെ മുകളിൽ കയറാൻ അതുപോലെ നല്ല പാടാ. പേടി എനിക്ക് മാത്രമായിരുന്നു, അനിയൻകുട്ടൻ ഒട്ടൂല. ഞാൻ അമ്മയെ വെച്ച് തട്ടിയിടുന്ന അമ്മയുടെ പേടി. അവരാണെങ്കിൽ ആസ്വദിച്ചിരിക്കുന്നു, ഞാനാണെങ്കിൽ പേടിച്ചിരിക്കുന്നു. പിന്നെ എത്തിച്ചേർന്ന സ്ഥലം ആരോ എത്ര സാധനം വന്നു കളിക്കാൻ. അവിടെ നിന്ന് എല്ലാ ഭാഗവും കാണാൻ നല്ല രസമുണ്ടായിരുന്നു. അവിടുത്തെ ലൈറ്റ് അറേഞ്ച്മെൻ്റൊക്കെ എനിക്ക് ഭയങ്കര ഇഷ്ടമായി. പിന്നെ നേരെ ഞങ്ങൾ ഗെയിം കളി അങ്ങോട്ടും ഇങ്ങോട്ട് തുടങ്ങി. ഫസ്റ്റ് തന്നെ ഒരു കാർ ഡ്രൈവിംഗ്. ഞാനും അച്ഛനും കൂടി തകർത്ത് മറിച്ചു ഓടിച്ചു. എവിടെയൊക്കെ പോയി അലക്കിയെന്നറിയോ? ശരിക്കുള്ള വണ്ടിയാണെങ്കിൽ പോലീസ് പിടിച്ചുകൊണ്ടായിരുന്നു. ഞാൻ ഓടിച്ചു കണ്ട അച്ഛൻ ചോദിക്കാം എങ്ങോട്ടായി പോകുന്നത്. എന്തൊക്കെയായാലും ശരി, ഞങ്ങൾ ഫസ്റ്റ് അടിച്ചു. അനിയൻകുട്ടൻ്റെ വണ്ടി ഓടിക്കൽ കണ്ടാ തോന്നും അവൻ കുറെ നാളായി വണ്ടി ഓടിക്കുന്നു. ഒരു മൈൻഡും ഇല്ലാണ്ടായിരുന്നു കളി. അപ്പുറത്തെ ഏട്ടനും മാവനും കൂടി സെക്കൻഡ് അടിച്ചു. പിന്നെ ഞങ്ങൾ പൊന്തി വരും മണ്ടമാരുടെ തലയൊക്കെ അടിച്ചു. അടിക്കാൻ ഇഷ്ടമുള്ള ആള് അനിയൻകുട്ടനായിരുന്നു. അവനും കൊടുത്തോട്ടൊന്നല്ല അടി. എന്തായാലും ആ കളി എനിക്ക് ഇഷ്ടപ്പെട്ടു. അവിടുന്ന് വളരെ കസം കിട്ടി. പിന്നെ ഞങ്ങൾ മീനെ പിടിക്കാൻ പോയി. ഹൊയ്യാലേ ഹൊയ്യാലേ. എനിക്ക് നിധിയൊക്കെ കിട്ടി. ഞാനൊരു ഷാർക്കിനെ പിടിച്ചു. പിന്നെ ആൾക്കാരെ തണുപ്പിച്ച് കൊല്ലലായിരുന്നു. അതിൻ്റെ ഉള്ളിലെ തണുപ്പ, അതിൻ്റെ അടിയിൽ തണുപ്പിച്ച് കൊല്ലല്. ഞങ്ങൾ മൂന്നാളും കൂടി എത്താം. ഞാൻ അമ്മ അനിയൻകുട്ടനും കൂടി എത്താം. ഞാൻ സൈഡിലേക്ക് വലിക്കുമ്പോൾ അനിയൻകുട്ടനെ അപ്പുറത്തേക്ക് വലിക്കും. ആര് തലൂട്ടും തീർക്കാൻ അമ്മയുടെ കയറിയത്. ആ ഗെയിമിൽ കുറേ നേരം കളിക്കാൻ പറ്റിട്ടോ. പിന്നെ ഞങ്ങൾ ഡൈനോസറിന്റെ പുറത്ത് കയറി അങ്ങനെ സവാരി നടത്തി.
ഞാൻ റോസ് ഡൈനോസറിൻ്റെ പുറത്തും അമ്മയും അനിയൻകുട്ടനും ചേട്ടനും പച്ച ഡൈനോസറിൻ്റെ അടുത്തായിരുന്നു. Paro. Ya. അതിലൊരു 3 ബട്ടുണ്ടായിരുന്നു. എനിക്ക് 3 സൗണ്ട് വരുമായിരുന്നു. അവസാനം അനിയൻകുട്ടനെ കളിക്കാൻ ഒരു സ്ഥലത്തേക്ക് അങ്ങോട്ട് കയറ്റി വിട്ടു. എന്തോ ജാടെന്നറിയോ, വെളിച്ചം നോക്കും കൂടെയില്ല. Punya? അവരെന്തോ വലിയ കാര്യം ചെയ്ത പോലെയായിരുന്നു. പിന്നെ ഞാൻ കുട്ടിയെ പുറത്ത് കയറി. പണ്ടത്തെ സിനിമ പോലെ സോ മസലിങ്ങനെ പോവാൻ എന്ത് സുഖമായിരുന്നു. പിന്നെ ഞങ്ങൾ ഐസ്ക്രീം വണ്ടിയിലൊക്കെ കയറി ഒരു ഗെയിമൊക്കെ കളിച്ചു. പിന്നെ പല്ലേച്ച് ബാറ്ററിയെ കൊല്ലാനായിരുന്നു അടുത്ത പണി. അങ്ങനെ ഞങ്ങൾ കളിച്ച സീനിക്ക് ഫുഡ് അടിക്കാൻ പോയി. ആദ്യം തന്നെ മുന്തിയ ജ്യൂസിന് തുടങ്ങിയാൽ അനിയൻകുട്ടനാണെങ്കിൽ എപ്രേഷൻ വിടറായിരുന്നു. അത് അവന് കുടിക്കാൻ കിട്ടുന്നതിനേക്കാളും മുന്നേ കഴിക്കാൻ കിട്ടുന്നതായിരുന്നു അവൻ്റെ ഡിമാൻഡ്. ആ
അങ്ങനെ ഞങ്ങൾ ബർഗർ വാങ്ങി. ബർഗർ കിട്ടിയപ്പോഴോ അവന് ബർഗർ വേണ്ട, ജ്യൂസ് മതി. എന്ത് സന്തോഷം അറിയൂ ഇതൊക്കെ കിട്ടുമ്പോ. അവൻ്റെ ഒരു കള്ള നോട്ടും. പിന്നെ ഞങ്ങൾ അവിടെ നിന്ന് ഭക്ഷണം കഴിച്ചിറങ്ങിയപ്പോൾ ഒരു ചെറിയ മാളിൻ്റെ ഒരു മോഡലാക്കിയിട്ട് ഉണ്ടാക്കി വെച്ചിട്ടുണ്ടായിരുന്നു. ഇതിൻ്റെ ഉള്ളിലല്ലേ നമ്മളെല്ലാന്ന് ഞാൻ ആലോചിച്ച് നിന്നു. ക്രിസ്മസ് ആയിട്ട് ഉണ്ടാക്കി വെച്ച വില്ലേജ് ഉണ്ടായിരുന്നു. സത്യത്തിൽ ക്രിസ്മസ് അപ്പൂപ്പനില്ലാണ്ട് ഇതും സൽമാനും മാത്രമുള്ളൊരു സാന്റാ വില്ലേജ്. ക്രിസ്മസ് അപ്പൂപ്പൻ അന്വേഷിച്ച് നടന്ന് ഞാൻ ക്ഷീണിച്ചു. അത് കഴിഞ്ഞ് ഞങ്ങൾ കുഞ്ഞ റൈൻഡറിനെ വാങ്ങി അവിടെ ഞങ്ങൾ തിരിച്ചു പോന്നു.